പക്ഷേ കെ പി നൗഷാദ് അലി, ഇപ്പോൾ താങ്കൾ പറഞ്ഞു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നോൺ BJP സ്റ്റേറ്റുകളിൽ BJP നിയോഗിക്കുന്ന ഗവർണർമാർ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി സവിശേഷമായി നോക്കേണ്ടതില്ലേ? നോക്കൂ, അദ്ദേഹം എല്ലാ കാലത്തും റിബലായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് റിബലായിരുന്നു. അദ്ദേഹം നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ താല്പര്യപ്രകാരമാണ് ആദ്യം ഷബാനു കേസിലെ വിധിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത്. അതിനുശേഷം അതേ സർക്കാർ ആ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് പോകുന്നു. ഒരു തരത്തിലും അദ്ദേഹം സമവായത്തിന് വഴങ്ങുന്നില്ല. അദ്ദേഹം വളരെ കടുകട്ടിയായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു. തുടർന്ന് VP സിംഗിനോടൊപ്പം ചേരുമ്പോഴും ഒക്കെ വ്യതിരിക്തനായ വളരെ സ്റ്റബോൺ ആയിട്ടുള്ള ഒരു നേതാവിൻ്റെ ഒരു റിബലിൻ്റെ ക്യാരക്ടർ വ്യക്തിപരമായി ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെബല്യൻ എന്ന് പറയുന്നത് കുറേയൊക്കെ പേഴ്സണലാണ്. അപ്പോൾ പുതിയ ഒരാൾ വരുമ്പോൾ ആ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അങ്ങ് മാറില്ല. അദ്ദേഹത്തിന് ചില അനിഷ്ടങ്ങളുണ്ട്. എന്നെ കൊല്ലാൻ ഇർഫാൻ ഹബീബ് നോക്കി, ഈ കണ്ണൂർ വെച്ച് ഹിസ്റ്ററി കോൺഗ്രസ് നടന്നപ്പോൾ എൻ്റെ ജീവനെടുക്കാൻ ശ്രമിച്ചു തുടങ്ങിയതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറേയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന പരാതികൾ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരാൾ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ച് സ്മൂത്ത് ആവില്ലേ? അഭിലാഷ്, അങ്ങനെയൊക്കെ സ്മൂത്ത് ആവുകയാണെങ്കിൽ ആവട്ടെ, നമുക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. അങ്ങനെ ആവണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. കാരണം ഗവർണർമാർ അവരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം. പക്ഷെ ഞാൻ അതിൽ എൻ്റെ വിലയിരുത്തലുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ ഈ വസീഫ്, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ RSS വൽക്കരണത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഞാനതിന് ശരിവെക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ RSS വൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചയാളാണ്. പക്ഷേ ആ കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കവച്ചു വെക്കുന്ന മറ്റൊരാൾ കേരളത്തിലുണ്ട്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ RSS വൽക്കരണത്തിൻ്റെ സംഘപരിവാർ പ്രീണനത്തിൻ്റെ മുമ്പിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കാനുള്ള എതിരാളി പോലുമല്ല. കാരണം ഇവിടെ പോലീസ് സമ്പൂർണ്ണമായിട്ട് സംഘപരിവാറിന് തീരെഴുതുന്ന സാഹചര്യം, അജിത് കുമാർമാരും ബെഹ്റമാരും ശ്രീവാസ്തവമാരും സുരേഷ് രാജ് പുരോഹിതമാരും അവർ ഭരിക്കുന്ന, അവർ നയം തീരുമാനിക്കുന്ന, ഇതൊരു UP ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോലീസ് മുന്നോട്ട് പോവുകയാണ്. എന്ത് ആരോപണം ഉണ്ടായാലും ആ അജിത് കുമാറിൻ്റെ രോമത്ത് തൊടാൻ പോലും ഇവർക്ക് കഴിയുകയില്ല. ഈ വലിയൊരു ആരോപണങ്ങളുടെ നീണ്ട കെട്ടടിച്ചുകൊണ്ട് ഇവരുടെ MLA തന്നെ ആ മുന്നണിയുടെയും പാർട്ടിയുടെയും പടിയിറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ RSS വൽക്കരണത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചല്ല, പിണറായി വിജയനെ കുറിച്ച് വേണം ആശങ്കപ്പെടാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ തുലോം ചെറിയ പ്രവൃത്തിയെ പിണറായി വിജയനെ അപേക്ഷിച്ച് ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പോലീസ് പോയിട്ട് ഏതൊരു പ്രതിയെ പിടിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ പണി. അതാണ്. അപ്പം നടാടെ പിടിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും. അതുകൊണ്ട് ചാനലിൽ വിഷയമല്ലാഞ്ഞിട്ടും അത് കൊണ്ടുപോയി അങ്ങ് ചെലുത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഉച്ചക്ക് ഉണ്ണുമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ അത് അത്ഭുതത്തോടു കൂടി ഒരു ദിവസം പ്രഖ്യാപിക്കേണ്ട, പറയേണ്ട, വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. പോലീസ് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ജോലിയാണത്. വല്ലപ്പോഴും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ആവേശമൊക്കെ കിട്ടുന്നത്. പിന്നെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാങ്കല്പിക ചോദ്യം അവരോട് ചോദിക്കുകയാണ്. നാളുകളിൽ ഇവിടെ ഒരു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ BJPയുടെ ഇംഗിതത്തിന് ആനുപാതികമായിട്ടൊരു രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ഒരാൾ രാഷ്ട്രപതിയായാൽ നിങ്ങൾ ഈ ചുട്ടെടുക്കുന്ന പാർലമെൻറ്റിലെ ബില്ലൊക്കെ ഒപ്പിടണ്ട എന്ന് രാഷ്ട്രപതി തീരുമാനിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? അപ്പോൾ നിങ്ങൾ ഈ ജനാധിപത്യത്തെക്കുറിച്ച് വാചാലമാവുമല്ലോ. അപ്പോൾ നിങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് വലിയ തോതിൽ നിങ്ങൾ വാചോടാപങ്ങൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. അതത് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയാണ്. നിങ്ങൾക്കത് തോന്നണമെങ്കിൽ നാളെ ഒരു രാഷ്ട്രപതി നിങ്ങളുടെ ഇംഗിതത്തിനെതിരായിട്ട് വരണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. ഇത് വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റത്തെ അട്ടിമറിക്കുകയാണ്. ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലയളവ് ഓർക്കുകയാണ്. അന്ന് അദ്ദേഹം ഫെഡറൽ വ്യവസ്ഥിതിക്കൊക്കെ വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകളും ഉയർത്തിയ ശബ്ദങ്ങളും വാദങ്ങളും ഗവർണർമാർക്കെതിരെയൊക്കെ അദ്ദേഹം പറഞ്ഞതും അവരെ ഉപദേശിച്ചതും ഈ രാജ്യത്ത് ഒരുവിധമുള്ള GST, പിന്നെ FDI, പിന്നെ രൂപയുടെ ഇടിവ്, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പിന്നെ വേറെയായിരുന്നു. ഇന്നത്തെ കാര്യം മറ്റൊന്നാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഫെഡറൽ വ്യവസ്ഥിതിക്കൊക്കെ വേണ്ടി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അഡ്വക്കേറ്റ് ചെയ്ത മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ അദ്ദേഹത്തിന് അധികാരം കൈയാളാൻ അവസരം കിട്ടിയപ്പോൾ അത് അദ്ദേഹം സമ്പൂർണ്ണമായിട്ട് ഏകാധിപത്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനൊരു തത്വങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അതായിരിക്കാം വ്യത്യാസം.